ഇന്നത്തെ റെസിപ്പി പാൽപത്രിയുടെ റെസിപ്പി ആട്ടോ. രാവിലെയോ വൈകിട്ടോ നല്ല ചൂട് ബീഫ് കറിയുടെയോ അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയുടെയോ ഇനിയിപ്പോൾ തേങ്ങാപ്പാലിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും കഴിക്കാൻ പറ്റാവുന്ന അടിപൊളി പാൽപത്രിയാണ്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കാം കേട്ടോ. കണ്ടു നോക്കിയാലോ എങ്ങനെ നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ അരി അരച്ച് വെക്കുകയോ ഒന്നും ചെയ്യാതെ ഈസി ആയിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അരക്കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അരിപ്പൊടി എടുക്കുമ്പോൾ അതിൻ്റെ നേർപകുതി വേണം റവ എടുക്കാനായിട്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ റവ എടുക്കുമ്പോൾ വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം തിളച്ച വെള്ളം ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ഒരു സ്പൂൺ ഉപയോഗിച്ച് ശരിക്കും ഒന്നും കൂടി കുഴച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ സാധാരണ മാവ് കുഴക്കില്ലേ, അതേപോലെ തന്നെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ കപ്പ് ഉപയോഗിച്ച് കുറച്ച് ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കുക കേട്ടോ. തിളച്ച വെള്ളം ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അളവൊക്കെ ആകെ തെറ്റും. ഇതേപോലെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി വന്നതിന് ശേഷം കൈ ഉപയോഗിച്ച് ഇതുപോലെ ശരിക്കും ഒന്നും കൂടി കുഴച്ചും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ വെള്ളമൊന്നും ഒരുപാട് കൂടി പോവാതെ തീരെ കുറഞ്ഞൊന്നും പോവാതെ പാകത്തിനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മുടെ ഈ മാവിൽ നിന്ന് ഇതുപോലെ കുട്ടി കുട്ടി ബോൾസ് പോലെ എടുത്ത് കയ്യിൽ വെച്ച് നന്നായിട്ട് ഒന്ന് പരത്തിയതിന് ശേഷം ചപ്പാത്തി പലകയിൽ വെച്ച് ഒന്നും കൂടി പരത്തിയെടുക്കലാണ് ചെയ്യുന്നത്. ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ചപ്പാത്തി പലകയിൽ കുറച്ച് അരിപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലോ ഒന്ന് പറ്റിയാലും നല്ലതാണ് കേട്ടോ. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ സാധാരണ പൂരിക്കും ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കില്ല, അതേപോലെ തന്നെ പരത്തിയെടുത്താൽ മതി. ഇതുപോലെ തീരെ കനം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു അടപ്പ് ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്തും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ഒരു ഷേപ്പിലായിട്ട് റൗണ്ട് ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു കുഞ്ഞൻ പത്തിരിയുടെയും അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുട്ടി പൂരിയുടെ ഒക്കെ ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കി മാവ് മുഴുവൻ ഇതേപോലെ ഒന്ന് പരത്തി കറക്റ്റ് ഷേപ്പിലാക്കി നമുക്ക് റെഡിയാക്കി എടുക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ നമ്മുടെ അരിപ്പൊടിയും അതേപോലെ തന്നെ റവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന മുഴുവൻ നല്ല ചൂടായ ഓയിലിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തും കൂടി എടുക്കലാട്ടോ ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ നല്ല കറക്റ്റ് ഷേപ്പിൽ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി കഴിഞ്ഞപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഓരോന്ന് ഇതേപോലെ ഓയിലിലേക്ക് ചേർത്ത് ഒരു വശമൊക്കെ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ പൊങ്ങി വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് 2 വശം കളറൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ സാധാരണ ഓയിലിലേക്ക് പൂരിയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ റെഡിയാക്കി എടുത്താൽ മാത്രം മതി. കളറൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് 2 വശം റെഡിയായി കഴിയുമ്പോൾ നമുക്കിങ്ങോട്ട് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഇത്ര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള പത്തിരിയാണ്. അപ്പോൾ ഈ പത്തിരിയുടെ കൂടെ ഏറ്റവും ബെസ്റ്റായിട്ട് കഴിക്കുന്നത് പാലാട്ടോ. നമ്മുടെ തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടാണ് സാധാരണ രീതിയിൽ ഈ പത്തിരി കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് പാൽപ്പത്തിരി എന്ന് പേര് വന്നത് കേട്ടോ. ബാക്കി പത്തിരിയും കൂടി ഇതുപോലെ നല്ല ചൂടായ ഓയിലിലേക്ക് ചേർത്ത് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ചൂടൻ ചിക്കൻ കറിയുടെയോ അല്ലാന്നുണ്ടെങ്കിൽ ബീഫ് കറിയുടെയോ പാലിൻ്റെയോ ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടത് കളറൊക്കെ ഒന്ന് മാറി നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിരിക്കുന്നത് കണ്ടോ. ഒരു ചെറു ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. നല്ലോണം വീർത്ത് പുറം ബാക്കിയാണെങ്കിലും നമ്മൾ റവയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ട് തന്നെ മുരിഞ്ഞ് തന്നെയാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇതുപോലുള്ള കുഞ്ഞൻ പത്തിരിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും തണുത്ത് പോവാതെ ചെറു ചൂടോട് കൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി. രാവിലെ ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക കേട്ടോ. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. കണ്ടോ, ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ വെന്ത് ശരിക്കും വീർത്ത് ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ട് ഇരിക്കുക. ബൈ.